പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഈശ്വരൻ അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നമുക്ക് കുറച്ചധികം അനുഗ്രഹങ്ങളെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഈശ്വരീയ ശക്തി കനിഞ്ഞ അരുളി തന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ചിലവ പുറത്ത് പറയാവുന്നുള്ളതും ചിലത് പുറത്ത് പറയാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ മനുഷ്യന്റെ തൻ്റെ യുക്തിബോധവും മറ്റും കൊണ്ട് പുറത്ത് പറയാൻ പാടില്ലാത്തവയെ പറയുകയും എന്നാൽ പറയാൻ പാടുള്ളവയെ പറയാതിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില അനുഗ്രഹങ്ങളുണ്ട്, നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇത് പുറത്ത് പറഞ്ഞേക്കരുത്. അത് ആ ഈശ്വരീയ കടാക്ഷം നഷ്ടപ്പെടാനും ഒപ്പം തന്നെ നമുക്ക് ജീവിതത്തിൽ കിട്ടേണ്ടിയിരുന്ന ഭാഗ്യങ്ങളെ അത് നഷ്ടപ്പെടുത്തി കളയുകയും നമ്മുടെ ജീവിതത്തിലേക്ക് കുറച്ചധികം നെഗറ്റീവ് അതുമൂലം വന്നു ചേരുകയും ചെയ്യും. വളരെ ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. നമ്മുടെ സംസാര രീതി അനുസരിച്ച് നമ്മൾ ചിലപ്പം എല്ലാ കാര്യങ്ങളും ഉള്ളിലിരുന്നില്ല എന്ന് വന്നേക്കാം, അങ്ങ് തുറന്ന് പറഞ്ഞു. പക്ഷെ ഇതുമൂലം നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങൾ വന്നുകൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈശ്വര വിശ്വാസമുള്ളവരും ഈശ്വര വിശ്വാസം ഇല്ലാത്തവരും ഈ പ്രപഞ്ചത്തിലൊരു ശക്തിയെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളെ ഏതെങ്കിലും രീതിയിലൊക്കെ സഹായിക്കുന്നുണ്ട്. ആ സഹായം നിങ്ങൾക്ക് നഷ്ടപ്പെടരുത് എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ കാണുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണങ്ങൾ സമ്മാനിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ പുറത്ത് പറയാൻ പാടില്ലാത്ത നമ്മളുടെ പ്രധാനപ്പെട്ട അനുഗ്രഹം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ സാമ്പത്തിക മേന്മകൾ തന്നെയാണ്. അതായത് നമ്മൾ അധ്വാനിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ഏൺ ചെയ്യുന്നു, കുറച്ച് സാമ്പത്തികപരമായിട്ടുള്ള മെച്ചം നമുക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷേ ഈ രഹസ്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇത്രയും സമ്പത്തുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞ് നടക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ബാങ്ക് ബാലൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻകം വരുന്ന സോഴ്സുകളെ കുറിച്ചോ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ അധികം പറയാതിരിക്കുന്നതാണ് ഉത്തമം. ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തല്ലേ പറ്റുള്ളൂ, അതാകാം. പക്ഷെ നമ്മുടെ ചുറ്റുപാടുള്ള ഒരിടത്ത് നമ്മുടെ പൊങ്ങച്ചം എന്നുള്ള മനോഭാവത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കരുത്. കാര്യം നമ്മുടെ ചുറ്റുപാടുകളിൽ ബഹുഭൂരിപക്ഷം പേരും ഒരുപാട് പ്രയാസത്തിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളിങ്ങനെ പണം ഉണ്ടാക്കുന്നു, നിങ്ങൾ ഒരുപാട് സമ്പാദിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ളൊരു എരിച്ചിലുണ്ടാവും. ഇത് നിങ്ങളെ സാരമായിട്ട് ബാധിക്കും. നിങ്ങളുടെ പണം വരവ് നിലയ്ക്കാനും ഒപ്പം തന്നെ നിങ്ങൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്നുണ്ടല്ലോ അതൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ തരത്തിലും ഇതൊരു കാരണമായി തീരും. ഇനി മറ്റൊരു കാര്യമുണ്ട്, ഇതിൽ ചില വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങളെ ഒന്ന് സ്വാധീനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് കടം മേടിച്ചാൽ കൊള്ളാമെന്നൊക്കെ തോന്നും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒന്ന് കടം ചോദിക്കും. അപ്പോൾ ഈ ആളുടെ അടുത്ത് കടം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരികെ കിട്ടുകയില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ കൊടുക്കുകയില്ല. അന്നേരം അയാളുടെ മനസ്സ് വേദനിക്കുകയും നിങ്ങളെ ശപിക്കുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവർ ചിലപ്പോൾ നേരിട്ട് ശപിച്ചില്ല എന്ന് വന്നേക്കാം, പക്ഷെ ഉള്ളിൽ ശാപം ഉണ്ടാക്കും. മാത്രമല്ല, നിങ്ങളുടെ ഇത്തരം സാമ്പത്തിക സോഴ്സ് പുറത്തേക്ക് പോകുമ്പോൾ ചില കള്ളന്മാരോ ദുഷ്ടബുദ്ധികളോ ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ചതിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവഹാനി വരുത്തിയിട്ട് നിങ്ങളുടെ പക്കൽ നിന്ന് അത് സ്വന്തമാക്കാനുള്ള ഒരു വ്യഗ്രത അവരിൽ ഉണ്ടാവും. എന്തിനാണ് ഇതൊക്കെ നമ്മൾ വരുത്തി വയ്ക്കുന്നത്? നമ്മുടെ ഇൻകം, നമുക്ക് വരുന്ന തുകയുണ്ട്, നിങ്ങൾ സ്വസ്ഥമായിട്ട് അതിനെ സൂക്ഷിച്ച് ചിലവഴിക്കുക. ഇത് ഈശ്വരൻ തന്നതാണെന്നുള്ള തിരിച്ചറിവ് വേണം. അതിൽ അഹങ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്കും അല്ല ജീവിച്ചു പോകാനുള്ള ഒരു വരുമാനം ഭഗവാൻ തന്നു, അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ ചെയ്ത പുണ്യമാവാം, തലമുറകൾ ചെയ്ത പുണ്യമാവാം. ആ രീതിയിൽ അതിനെ കാണുക. അതിനപ്പുറം അതിന്മേലൊരു അഹങ്കാരമോ അതിനെ വിളിച്ച് പറഞ്ഞു നടക്കുന്ന പ്രകൃതം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി രണ്ടാമത്തെ കാര്യം ദൈവദർശനത്തിൻ്റെ കാര്യങ്ങളാണ്. ഈ ദൈവദർശനം എന്ന് പറയുമ്പോൾ നമുക്ക് സ്വപ്നത്തിലൂടെ ഉണ്ടാവും. അപ്പോഴും നമ്മൾ പറയും സ്വപ്നത്തിൽ കണ്ട ദൈവദർശനങ്ങളെ അധികം പേരെടുത്ത് പറയരുത്, എന്നാൽ സ്വപ്നഫലം കുറഞ്ഞു പോകുന്നു. ഇനി രണ്ടാമതൊന്ന് വരുന്ന നേരിട്ടുള്ള ചില അനുഭവങ്ങളാണ്. നമ്മളൊരു ആപത്തിൽ നിന്ന് ഭഗവാനായിട്ട് വന്ന് ഭഗവതിയായിട്ട് വന്ന് കൈപിടിച്ച് കയറ്റി എന്ന് പറയുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്.
ഇത് ഭക്തനായിട്ടുള്ള ഒരാളെടുത്ത് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ഒരു അവിശ്വാസിയായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ കളിയാക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളെടുത്താണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അയാൾ പറയും ദൈവമൊന്നുമില്ല, നിനക്ക് തോന്നിയതാണ്, അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞ് നമ്മുടെ ഉള്ളിലെ ദൈവവിശ്വാസത്തെ തന്നെ ഇവരെ കളങ്കപ്പെടുത്തും. മാത്രമല്ല, നമ്മളെ കൈപിടിച്ച് സഹായിച്ച ആ ഈശ്വരനെ കളിയാക്കുന്നതിന് വേണ്ടിയുള്ള വാചകങ്ങളും ഈ വ്യക്തി പറഞ്ഞു എന്ന് വരും. നമ്മളൊരു പക്ഷേ ഈ യുക്തിവാദം പറയുന്ന ആളിനെ ഒരു ഭക്തനാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരിക്കും നമ്മുടെ ഒരു അനുഭവം അങ്ങോട്ട് തുറന്ന് പറയുന്നത്. പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നു? നമ്മളെ രക്ഷിച്ച ആ ഭഗവത് ചൈതന്യത്തെ ഇയാൾ കളിയാക്കുന്നതിനായിരിക്കും ഉപയോഗിക്കുന്നത്. ദയവേത് ഇത്തരം ആൾക്കാരടുത്ത് ഒരിക്കലും നമ്മൾ ഈ വിധം കാര്യങ്ങൾ പറയാൻ പോകണ്ട. അയാൾ യുക്തിവാദിയോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ അനുഭവം ഉണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം തന്ന ഒരു കാര്യം, അത് നിങ്ങൾക്ക് ഭക്തനായിട്ടുള്ള ഒരാൾക്ക് അറിവിന് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത് തെറ്റില്ല. പക്ഷേ ഇതിനെ അവഹേളിക്കാൻ കാരണമാകുന്ന ഒരാളടുത്ത് പറഞ്ഞിട്ട് നമ്മെ കൈപിടിച്ച് രക്ഷിച്ച ആ മൂർത്തിയെ നമ്മളൊരു തരം കളിയാക്കലിന് വിധേയമാക്കുക എന്നുള്ളത് പരമമായ തെറ്റാണ്. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. മൂന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ നക്ഷത്രം, നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും പ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും റെക്കമെൻഡേഷനും ഒക്കെ യൂട്യൂബ് നിങ്ങൾക്ക് അയച്ചു നൽകുകയുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തുമല്ലോ. മൂന്നാമത്തെ കാര്യം കുടുംബ സമാധാനത്തെക്കുറിച്ചാണ്. ഒരു കുടുംബത്തിന് സമാധാനം കിട്ടണമെങ്കിൽ പല ഘടകങ്ങൾ ഒത്തുചേർന്ന് വരണം. ഒന്നെന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലെ വ്യക്തികൾ തമ്മിൽ പരസ്പര ധാരണയും പൊരുത്തവും എല്ലാം ഉണ്ടായിരിക്കണം. അവർക്കിടയിൽ സാഹോദര്യവും സ്നേഹവും മാതൃത്വവും അങ്ങനെ നമ്മുടെ മനുഷ്യമായിട്ടുള്ള എല്ലാ വികാരങ്ങളും അവരുടെ ഉള്ളിൽ നല്ലതുപോലെ ഉണ്ടായിരിക്കണം. എല്ലാവരിലും നന്മ നിറഞ്ഞൊരു മനസ്സുണ്ടായിരിക്കണം. ഇതൊക്കെ ഒരു കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് കാരണമാണ്. പിന്നെ അവർക്ക് ഈശ്വരവിലാസം, ശിവപാർവതിമാരുടെ സ്വാധീനം, ആ വീടിൻ്റെ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ, വീട്ടിൽ ചില നെഗറ്റീവുകളുണ്ട്, അതുപോലും ചിലപ്പോൾ കുടുംബ ഛിദ്രങ്ങൾക്ക് കാരണമാകാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ അനുഗ്രഹത്തിൽ പേറി നല്ല സമാധാനത്തോടു കൂടി ജീവിച്ചു പോകുന്ന ഒരു കുടുംബത്തിലെ ചില അംഗങ്ങൾക്ക് തങ്ങളുടെ ഈ ജീവിതത്തിലെ ഹാപ്പിനെസ് പുറത്തൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇവര് കാണുന്ന ആൾക്കാരെ മോട്ടിവേഷൻ ചെയ്യിക്കാൻ എന്നുള്ള മട്ടിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ ഇത് കേൾക്കുന്ന ആളിന് എന്ത് പറ്റുമെന്ന് അറിയാമോ? ഇവരുടെ ജീവിതം നല്ല ഭദ്രമായിട്ട് പോകുന്നു, എൻ്റെ ജീവിതം ഒട്ടും ശരിയാവുന്നില്ല, ഇവരെ പോലെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള ഒരു ചിന്തയൊക്കെ വരും. അത് സ്വാഭാവികമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു അസൂയയോ അല്ലെങ്കിൽ നിരാശയോ എന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉതിർന്നു വരും. പക്ഷേ ഇത് പതിയെ എന്ത് ചെയ്യുന്നു? ഈ വീട്ടിൽ നെഗറ്റീവായിട്ട് വരും. അതായത് ഈ നല്ല ഫാമിലിയിൽ കുറേയധികം പ്രശ്നങ്ങൾ ഇവരുടെ ഈ നെഗറ്റിവിറ്റി കാരണം തന്നെ വന്നുകൂടും. അപ്പോൾ അവിടെ കുടുംബജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിച്ചു തുടങ്ങും. നമുക്കറിയാം, പലപ്പോഴും വളരെ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പല കുടുംബങ്ങളും അവരുടെ ഇത്തരം ജീവിത രീതികൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രദർശിപ്പിച്ച് കഴിഞ്ഞിട്ട് അവരുടെ ലൈഫ് പിന്നീട് താറുമാറാവുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കുടുംബജീവിതത്തിലെ എല്ലാ സന്തോഷം അവിടെ തന്നെ ഉണ്ടാവട്ടെ. പക്ഷെ അതിന്മേൽ നിങ്ങളിങ്ങനെ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു നടക്കാതിരിക്കാൻ. എൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് വെച്ചാൽ കൊള്ളാം എന്നുള്ളതിൽ മട്ടിൽ നമ്മൾ വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഒരു മറുപടി കൊടുത്തു പോയാൽ മതി. അതിനപ്പുറം ഇതിനെ കിടന്ന് അങ്ങ് പുകഴ്ത്തി ഒരു വല്ലാത്തൊരു അന്തരീക്ഷം മറ്റുള്ളവരുടെ മുന്നിൽ സൃഷ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നു പോയാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു പോയാൽ തന്നെ നമ്മുടെ കുടുംബത്തിലെ ഫുൾ അസ്വസ്ഥതകൾ വരികയാണ്. ഈ മനുഷ്യരുടെ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളതുകൊണ്ട് അധികം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പുറത്ത് പറഞ്ഞു നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ നാലാമത്തത് നമ്മുടെ ഭാവി പദ്ധതികളെ പുറത്ത് പറയാതിരിക്കുക എന്നുള്ളതാണ്. പൊതുവിൽ നിങ്ങൾ മോട്ടിവേഷൻ ട്രെയിനേഴ്സൊക്കെ പറഞ്ഞു കേൾക്കണം, നിങ്ങളുടെ പദ്ധതികൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പറയണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാര്യം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് പറ്റുക? ആ കാര്യം മറ്റൊരു 3-4 പേരെടുത്ത് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ അത് ചെയ്തില്ലെങ്കിൽ അവർ ചോദിക്കില്ലേ, നമുക്ക് നാണക്കേടല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നങ്ങളെ എഴുതി വെക്കുകയും ഒപ്പം തന്നെ അത് മറ്റുള്ളവരടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക. സദാസമയം നമ്മുടെ ചിന്തയിൽ ആ സ്വപ്നങ്ങൾ അങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ, നമ്മൾ പറയുമ്പോൾ അത് പ്രാവർത്തികതയിലേക്ക് വരും എന്നൊക്കെ അവർ പറഞ്ഞുതരും. ഒരു തരത്തിൽ പറഞ്ഞ ഇതൊക്കെ ശരിയൊക്കെ തന്നെയാണ്.
പക്ഷെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ഭാവി പദ്ധതികൾ അധികം പറഞ്ഞ് നടക്കരുതെന്നുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു കാര്യം ലക്ഷ്യം പൂർത്തീകരിക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്, ആദ്യത്തെ റിവാർഡ് കിട്ടുന്ന ഒരു സന്തോഷം കിട്ടും. അപ്പോൾ നമ്മളൊരു കാര്യം അങ്ങോട്ട് ചെയ്ത് തുടങ്ങുമ്പോഴേ നമ്മുടെ ചുറ്റുപാടുകളിലെല്ലാം, നമ്മുടെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ചുറ്റുപാടുള്ള ആൾക്കാരുടെ ഞാൻ ഇത് ചെയ്യുന്നു, ഇത് എനിക്ക് ഇത്ര റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ നമ്മുടെ അതിൻ്റെ കീഴിൽ അഭിനന്ദനം പറയാൻ കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു റിവാർഡ് കിട്ടി, നല്ല സന്തോഷമൊക്കെ കിട്ടി. പതിയെ പതിയെ നമുക്ക് ഈ സക്സസിൻ്റെ അങ്ങ് ടോപ്പിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എവിടെയൊക്കെ ജയിച്ചു എന്നുള്ളൊരു ഫീല് നമുക്ക് ഉണ്ടായി വരും. അതോടുകൂടി നമ്മൾ ആൾക്കാരിൽ നിന്ന് നല്ല കമൻറ്റുകൾ കിട്ടാൻ വേണ്ടി മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഉരുകിയുള്ള പ്രവർത്തനം, നമ്മുടെ കഠിനമായ പരിശ്രമങ്ങളൊക്കെ അവിടെ പകുതി വഴിയിൽ നിന്നു പോകും. മിക്കവാറും ഇങ്ങനെ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതിൻ്റെ ടോപ്പ് പൊസിഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പിൻവാങ്ങുകയോ അവിടെ ആ പദ്ധതി പകുതി വഴിയിൽ നിലച്ചു പോവുകയോ ഒക്കെ ചെയ്യുന്നത് കാണാം. ഇതിൻ്റെ പല കാര്യങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ. കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഭാവി പദ്ധതികളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇത് കേട്ടുകൊണ്ടിരുന്നിട്ട് ഒന്നും ആകാൻ കഴിയാത്ത ചില വ്യക്തികളുണ്ട്. അവർക്കാണെങ്കിൽ അയ്യോ ഇവ അങ്ങ് വളർന്ന് വലിയൊരാളായി പോകുമോ, അല്ലെങ്കിൽ ഇവന് എന്തെങ്കിലും ഇങ്ങനത്തെ നേട്ടം വന്നാൽ പിന്നെ എൻ്റെ അവസ്ഥ എന്താണ്. ഇവര് ഇത് മനസ്സിലിട്ട് കല്ലായിട്ടിട്ട് എരിച്ചിട്ട് നിങ്ങൾക്ക് എതിരെയുള്ള ചില പ്രവർത്തനങ്ങൾ, നിങ്ങൾ വിജയിക്കാൻ പാടില്ല, ഞാൻ വിജയിച്ചിട്ടില്ല അതുകൊണ്ട് ഇവനും വിജയിക്കാൻ പാടില്ല, നിങ്ങളെക്കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ നിങ്ങളെ വഴി തെറ്റിക്കുന്ന, നിങ്ങൾ പോകുന്ന ദിക്ക് ഇങ്ങനെയല്ല, ഇത് ശരിയായ റൂട്ടല്ല, ഈ വഴിക്ക് പോകൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒരുപാട് പറ്റിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മുടെ ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു വ്യക്തിയെടുത്ത് നമ്മുടെ പദ്ധതികളൊക്കെ പറഞ്ഞു എന്നുള്ളത് കുഴപ്പമില്ലാത്ത കാര്യമായിട്ട് നമുക്കിവിടെ എടുക്കാമെങ്കിലും, സദാസമയം കണ്ണി കണ്ടവരടുത്തല്ല ഇത് പറഞ്ഞുകൊണ്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ പദ്ധതികൾ അത് പൂർത്തീകരണത്തിലേക്ക് എത്താൻ സാധ്യത കുറവാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി നിങ്ങളുടെ ഡയറിയിലോ നിങ്ങളുടെ മുറിയിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ഭാവി പദ്ധതികളൊക്കെ എഴുതി വയ്ക്കുന്നതിനും നിങ്ങൾക്കൊരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നതിനൊന്നും ഞാൻ എതിര് പറഞ്ഞില്ല. പക്ഷേ നിങ്ങൾ തെറ്റായിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവരുടെ വിഷം വമിക്കുന്ന മനസ്സുകളിൽ നിന്നുള്ള നെഗറ്റീവുകൾ നിങ്ങളെ സാരമായിട്ട് ബാധിക്കും. നിങ്ങളുടെ പദ്ധതിയിലേക്ക് അത്, ഭാവി പദ്ധതികളെല്ലാം ചോർത്തുന്ന തരത്തിലേക്ക് അത് എത്തിച്ചേരുകയും ചെയ്യും. അഞ്ചാമത്തെ കാര്യം ദാനധർമ്മങ്ങൾ എന്നുള്ളതാണ്. ഈ ദാനധർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം നന്മ മരങ്ങളുടെ എണ്ണം കൂടുതലാണ്. കാര്യം ഞാൻ ഇത്രയും രൂപ ഒരാൾക്ക് കൊടുത്തു, ഇയാളെ സഹായിച്ചു, എന്നിട്ട് ഏതെങ്കിലും മുത്തശ്ശിമാരെയൊക്കെ സഹായിക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിടുക. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് പേര് വന്ന് ഇങ്ങനെ കമൻറ്റ് ചെയ്യും, നല്ല മനുഷ്യൻ ആ സ്ത്രീയെ സഹായിച്ചു എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഈ ആളിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ധാരാളം വരുമാനം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നല്ല പേര് ഇവർക്ക് നേടിയെടുക്കാൻ പറ്റും. നമ്മൾ പറയാറുണ്ട്, ഈ നന്മമരം സൃഷ്ടിക്കുമ്പോൾ ഇപ്പം ഗോവിന്ദച്ചാമിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പുള്ളിക്കാരൻ കുറേ പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നു, കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് പശ്ചാത്താപമുണ്ട്, അയാൾ നന്മയുള്ള മനുഷ്യനായി മാറി, അന്നത്തെ ഇൻസിഡൻറ്റ് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കുറേ വിഭാഗത്തിലുള്ള ആൾക്കാർ ഇയാളുടെ ഫാനൊക്കെ ആയി മാറാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ കാണുന്ന പലരും അങ്ങനെയാണ്. മുൻകാലത്തെ അവരുടെ ചരിത്രം എന്താണോ അതെല്ലാം മറന്നിട്ട് അവർ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ആൾക്കാർ ശ്രദ്ധ കൊടുക്കും. അത് ഒരു തരത്തിൽ നല്ലതാണ്. കാര്യം ഒരാൾ മുമ്പ് മദ്യപാനിയായിരുന്നു, ഇപ്പോൾ അയാൾക്ക് അതൊക്കെ മാറിയിട്ട് നല്ലൊരു വ്യക്തിയായിട്ട് മാറാം, യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഇത് ഒരു ഫേക്ക് ആയിരിക്കും, മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടുന്ന ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ ദുഷ്ടരായിട്ടുള്ള ആൾക്കാർ കാണിക്കുന്നത്. അവർക്ക് സോഷ്യൽ ലൈഫിൽ കൂടുതൽ പേരും പ്രശസ്തിയും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് ചെയ്യുക. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്ന വേറൊന്നാണ്, നമ്മൾ ചില ദാനധർമാദികൾ ചെയ്തു. ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കൂടുതൽ കാശൊന്നും ഉണ്ടായിട്ടല്ല, നമ്മുടെ മനസ്സിന് തൃപ്തി വരുന്ന ചില കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ചിലരിടത്തൊക്കെ ഈ വ്യക്തികളൊക്കെ പറയും, ഇന്ന ആളെന്നെ സഹായിച്ചു, നമ്മൾ തന്നെ ചിലയിടത്ത് പറയും ഞാൻ ഇന്ന ആൾക്കാരെ സഹായിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ ഈ സഹായം കിട്ടിയ ആൾ പറഞ്ഞത് കേൾക്കുമ്പം ഇതേപോലെ അവസ്ഥ അല്ലെങ്കിൽ ഇതിനേക്കാളും കീഴെയുള്ള അവസ്ഥയുള്ള ചില വ്യക്തികളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടാവും. അവർ വിചാരിക്കും ഇയാളെ പോയി കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കാര്യവും നടക്കും എന്നുള്ള രീതിയിൽ അയാൾ നമ്മളെ സമീപിക്കും. നമ്മൾ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരാളെ സഹായിച്ചിട്ടുള്ളത്, പക്ഷെ നിരന്തരമായിട്ട് ആൾക്കാരിങ്ങനെ പെരുകി വരുമ്പോൾ നമുക്ക് ഇവരെ സഹായിക്കാനും പറ്റില്ല, ആകെ കൂടി പ്രശ്നമാകും. അപ്പോൾ നമ്മൾ സഹായിക്കാതിരിക്കുമ്പോൾ അവരുടെ എല്ലാം ഉള്ളിൽ വല്ലായ്മ തോന്നും, അല്ലെങ്കിൽ അവർ ഒരുപാട് പ്രതീക്ഷയോടുകൂടി വന്നായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സംഘർഷം ഉണ്ടാകും. അവരിൽ നിന്നുണ്ടാകുന്ന, അതായത് വളരെ അശരണരായിട്ടുള്ള ആൾക്കാരായിരിക്കും വരുന്നത്, അപ്പോൾ അവർക്ക് വല്ലാത്ത പെയിൻ ഉണ്ടാകും, അതെല്ലാം നമ്മളെ ബാധിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് പണ്ടുള്ളവർ ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറുകൈ അറിയാൻ പാടില്ല എന്ന് പറയുന്നത്. ഇത് വിളംബരം ചെയ്യരുതെന്ന് പറയാം. ചിലപ്പോൾ നമുക്ക് ഒരാളെ സഹായിക്കാനേ പറ്റുള്ളൂ, ഒന്നിലധികം പേരെ സഹായിക്കാൻ പറ്റിയില്ല എന്ന് വന്നേക്കാം. പറ്റുന്നവർ സഹായിച്ചോട്ടെ, പക്ഷെ അങ്ങനെയുള്ളൊരു വിളംബരവും ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷേ
നമ്മളെ കൊണ്ട് അങ്ങനെ ഒരു കഴിവില്ലെങ്കിൽ നമ്മളെല്ലാവരും സഹായിക്കുന്ന ആളാണെന്നുള്ള ഖ്യാതി പുറത്ത് പറയാതിരിക്കുക നല്ലതായിരിക്കും. ഇതിൽ ഒരു പോസിറ്റീവായിട്ടുള്ള തലമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ സഹായിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ അതേ നിലവാരത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ ചിലർക്ക് തോന്നും ഇവൻ സഹായിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനും ഒന്ന് രണ്ടുപേരെ സഹായിക്കാം എന്നുള്ള തോന്നലിൽ അയാൾ മറ്റുള്ളവരെ സഹായിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ അത് നല്ല കാര്യമെന്ന് പറയാം. പക്ഷേ ബഹുഭൂരിപക്ഷം അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സഹായം സ്വീകരിക്കാനുള്ള ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് പറ്റും, സഹായം തേടിയായിരിക്കും കൂടുതൽ ആൾക്കാർ വരുന്നത്. സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവരുടെ എണ്ണവും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് ഒരാളെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്, പക്ഷെ അധികം തുറന്ന് പറയാതിരിക്കുന്നത്, അധികം വിളംബരം ചെയ്യാതിരിക്കുന്നത് നല്ലതായിരിക്കും. ആറാമത്തെ കാര്യം, മക്കളുടെ വിജയങ്ങൾ അധികം ആഘോഷിക്കുക എന്നുള്ളത് ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ കാര്യമാണ് കേട്ടോ. കുട്ടിക്ക് A+ കിട്ടിയാൽ പിന്നെ ഫേസ്ബുക്കും റീൽസിൽ എല്ലാ കുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് വേറെ ഏതെങ്കിലും കാര്യത്തിൽ ഡിഗ്രി കിട്ടിയാൽ ഫ്ലക്സും എല്ലാം വയ്ക്കും. കുട്ടികളുടെ വിജയത്തെ മാതാപിതാക്കൾ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കും. ഒരു തരത്തിൽ പറഞ്ഞാൽ അവർക്കത് പ്രചോദനം കൊടുക്കുന്നുണ്ട്. കാര്യം കുട്ടികൾക്ക് തോന്നും ഞങ്ങളെ അച്ഛനമ്മമാർ ഇത്രയും വാല്യൂ ആയിട്ട് കാണുന്നു, ഞങ്ങളുടെ വിജയത്തിൽ അവർ ആഹ്ലാദിക്കുന്നു. ഇതൊക്കെ ഒരു തരത്തിൽ നല്ലത് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മാതാപിതാക്കൾ തമ്മിലുള്ള ഒരു മത്സരം ഇവിടെ നടക്കുന്നു. എൻ്റെ കുട്ടിക്ക് കണ്ടോ ഇത്രയും മാർക്ക് വെച്ച്, നിന്റെ കുട്ടിക്ക് മാർക്ക് ഇത്ര ഇല്ലല്ലോടാ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പലയിടത്തും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ മാർക്കൊക്കെ ഇങ്ങനെ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മുടെ സ്കൂളുകളും മറ്റുമൊക്കെ അവരുടെ വിജയം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് 100% വിജയം ഫോട്ടോ ഒക്കെ വെച്ചടിച്ച് കൊടുക്കുന്ന അവരുടെ സ്കൂളിലേക്ക് കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് അച്ഛനമ്മമാരുടെ ഭാഗത്ത് മാതാപിതാക്കൾ പാരൻസ് ആണ് ഈ മത്സരത്തിലെല്ലാം ഇറങ്ങിത്തിരിക്കുന്നത്. കുട്ടികളെ തമ്മിൽ മത്സരിപ്പിക്കുക, അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വിജയിച്ചു എന്നുള്ളൊരു ഭാവം വരുത്തി തീർക്കുക എന്നുള്ളതാണ്. ഇത് കുട്ടികളെ എങ്ങനെ ബാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ എല്ലാ കുട്ടികൾക്കും വിജയിക്കാൻ പറ്റില്ല. കാര്യം കുട്ടികളുടെ സ്കില്ല് ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പം സച്ചിനെ ഡോക്ടറാക്കാൻ ഒരു മാതാപിതാക്കൾ അങ്ങനെ ശ്രമിച്ചിരുന്നത് ചിലപ്പോൾ സച്ചിനെ ആയിത്തീരാൻ പറ്റില്ല. അദ്ദേഹത്തിന് നല്ലൊരു ക്രിക്കറ്ററാണ് ആയിത്തീരാൻ കഴിയുക. അപ്പോൾ അദ്ദേഹത്തെ ഡോക്ടർ ആവാൻ പോകുന്ന ഒരു കുട്ടിയായിട്ട് താരതമ്യം ചെയ്ത് മാർക്കുകളെ തമ്മിൽ താരതമ്യം ചെയ്ത് ചിലപ്പോൾ അങ്ങനെ ആയില്ല എന്ന് വന്നേക്കും. അങ്ങനെ നോക്കുമ്പോൾ കുട്ടികളുടെ അക്കാദമിക് ആയിട്ടുള്ള കഴിവായിരിക്കില്ല ചിലപ്പോൾ താരതമ്യം ചെയ്യപ്പെടുക. ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടല്ലോ. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇങ്ങനെ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുമ്പം തോൽവി അടഞ്ഞൊരു കുട്ടി ഉണ്ടാവാം, അല്ലെങ്കിൽ തീരെ മാർക്ക് കിട്ടാത്ത കുട്ടിയുടെ പാരൻസ് ഉണ്ട്. അവരുടെയൊക്കെ ഉള്ളിൽ വല്ലാത്ത വിഷമം വരും. മറ്റേ കുട്ടി വിജയിച്ചതിലുള്ള ഒരു അസൂയയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരും. ഇവർ പറയും ദൈവമേ അവരുടെ കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടി, എൻ്റെ കുട്ടിക്കൊന്നും കിട്ടിയില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ അങ്ങോട്ട് പ്രാർത്ഥന. ചിലരുടെ ഉള്ളിലും വലിയ അസൂയകളായിരിക്കും. പിന്നെ ദൃഷ്ടിദോഷമായി, ജിഹ്വാദോഷമായി. ഈ നല്ല സ്കോർ എടുത്ത കുട്ടികളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടില്ല, 10ാം ക്ലാസ്സിലും +2 ഭയങ്കര മാർക്കായിരിക്കും, പിന്നീട് അങ്ങോട്ട് തകടാൻ മറിഞ്ഞു പോയി. ഈ അച്ഛനമ്മമാരുടെ ഓവറായിട്ടുള്ള വിളി ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ സ്വയമായിട്ട് കണ്ണേറിടുക, സ്വയമായിട്ട് ജിഹ്വാദോഷം കൊടുക്കുക, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ദയവേത് കുട്ടികളെ പ്രചോദിപ്പിച്ചോളൂ. കുട്ടികൾക്ക് മാർക്ക് കിട്ടുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്തോളൂ, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മേടിച്ചു കൊടുത്തോളൂ. ചെറിയ ഒരു ആഘോഷമൊക്കെ നിങ്ങൾ നടത്തിക്കോളൂ. പക്ഷെ ഇതൊരു പൊങ്ങച്ച മനോഭാവത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുന്നതായിരിക്കും ഏറെ ഉത്തമം. 7ാമത്തെ കാര്യം, നിങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള തുറന്ന പറച്ചിലുകൾ എന്നുള്ളതാണ്. ഈ ആരോഗ്യത്തെക്കുറിച്ചുള്ള തുറന്ന പറച്ചിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് രോഗങ്ങളുള്ള കാര്യം പറയുന്നതിനെ അല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. ഞാൻ ഇന്ന കാര്യങ്ങളാണ് കഴിക്കുന്നത്, എനിക്ക് ഭയങ്കര ആരോഗ്യമാണ്, എനിക്ക് പിന്നെ ഇത്രയും വയസ്സായില്ലേ, എനിക്കൊരു അസുഖം വന്നിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിൽ ചിലർ വന്ന് സംസാരിക്കുന്നതൊക്കെ കാണാം അല്ലേ. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചില കമൻറ്റുകൾ കീഴെ ഞാൻ ഇന്ന ഭക്ഷണമാണ് കഴിക്കുന്നത്, എനിക്കൊരു അസുഖം വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ പറയും. ഈ ആരോഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് കേട്ടോ. ഇവിടെ നല്ലതായിട്ടുള്ള ആരോഗ്യ സംരക്ഷണം നടത്തിയാലും നല്ല ഭക്ഷണം കഴിച്ചാലും ചിലപ്പോൾ ചിലർക്ക് രോഗം വന്നേക്കാം. അവർക്ക് പ്രകൃതി ചില രോഗങ്ങൾ കൊടുത്തേക്കാം. ചിലർക്ക് അധികം നല്ല ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, അവരുടെ അന്തരീക്ഷം മോശമായിരുന്നു എന്നൊരിക്കലും അവർക്ക് വലിയ അസുഖങ്ങൾ വന്നില്ല എന്നും വന്നേക്കാം. ശരിക്കും പറഞ്ഞാൽ അതൊരു ദൈവികമായ കളിയാണ് ഈ ആരോഗ്യം എന്നൊക്കെ പറയുന്നത്. നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാം, അനാരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടാതിരിക്കാം, നമുക്ക് മദ്യപിക്കാതിരിക്കാം, സിഗരറ്റ് വലിക്കാതിരിക്കാം, മറ്റ് ദൂഷ്യങ്ങൾ എടുക്കാതിരിക്കാം, നന്നായിട്ട് ഉറങ്ങാം, ഹെൽത്തി ഫുഡ് കഴിക്കുക, ഇതൊക്കെ ചെയ്യാം. എന്നിരിക്കലും ചില രോഗങ്ങൾ വന്നേക്കും. പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ പറയുന്ന ആൾക്കാർ പലരും വിചാരിക്കുന്നത് ഞാൻ എന്തൊക്കെയോ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ആരോഗ്യം കിട്ടിയത്, മറ്റുള്ളവർ വിചാരിച്ചാൽ ഇതേ ആരോഗ്യം കിട്ടും എന്നുള്ള രീതിയിൽ വലിയ വീമ്പിളക്കലുകൾ നടത്തും. ദയവ് ചെയ്ത് നിങ്ങൾ ആരോഗ്യത്തെ വെച്ചുകൊണ്ടുള്ള ഇത്തരം
വീരവാദങ്ങൾ മുഴക്കാതിരിക്കുന്നതാണ് നല്ലത്. ഏത് സെക്കൻഡിൽ വേണമെങ്കിലും ഒരു മനുഷ്യന് രോഗാവസ്ഥ ഉണ്ടാകും. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു രോഗം അതിതീക്ഷ്ണമായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും. നമുക്കിവിടെ ഉദാഹരണങ്ങളായിട്ട് ചില വ്യക്തികളെക്കാണ് ചൂണ്ടിക്കാണിക്കാം. പിന്നെ എന്തിനാണ് ആ കഴിഞ്ഞുപോയി മരിച്ചുപോയ വ്യക്തികളൊക്കെ നമ്മൾ ഈ പറയുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാം, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ചെറുപ്രായങ്ങളിൽ തന്നെ മരിച്ചുപോയി എത്രയോ പേരുണ്ട്, അതും മഹാസുഖങ്ങളൊക്കെ പിടിച്ചിട്ട്. അതുകൊണ്ട് ആരോഗ്യത്തെ വെച്ചുകൊണ്ടുള്ള താരതമ്യങ്ങൾ, ഞാൻ ഹെൽത്തി ആണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക. ഇതൊക്കെ ഈശ്വരൻ്റെ വരദാനമാണ്, അത് മനസ്സിലാക്കുക. എട്ടാമത്തെ കാര്യം, നിങ്ങളുടെ ദൗർബല്യങ്ങൾ തുറന്ന് പറയാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള കുറച്ച് ഘടകങ്ങൾ കാണും, അവർക്ക് കുറച്ച് ദൗർബല്യങ്ങളും കാണും. ഈ ദൗർബല്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ പിന്നോട്ടടിക്കുന്ന കാര്യങ്ങളായിരിക്കും. ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ ദൗർബല്യങ്ങൾ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരുടെ അടുത്ത് തന്നെ പറയാതിരിക്കുക എന്നുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മുടെ അടുത്ത ഒരാളല്ലേ, ഇയാൾക്ക് പറഞ്ഞ എന്താ കുഴപ്പം. ഈ അടുത്ത ആൾ തന്നെ ചിലപ്പോൾ ഏറ്റവും വലിയ ശത്രുവായിട്ട് നമുക്ക് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ദൗർബല്യപരമായിട്ടുള്ളൊരു കാര്യം അവിടെ പറഞ്ഞു കൊടുത്താൽ അവൻ ആദ്യം ചെയ്യുന്ന നമ്മുടെ ആ ദുർബലതയെ നോക്കി അവൻ ആഞ്ഞടിക്കും, നമ്മൾ നിലം പതിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മളെ തളയ്ക്കാനുള്ള മാർഗങ്ങൾ മറ്റൊരാളും പറഞ്ഞു കൊടുക്കാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്കിടെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തണം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുമ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോ, മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ശ്രദ്ധ RJ ഹരിചന്ദന മഠം. നമസ്തേ.